വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് കാടമുട്ട കൊണ്ട് ഒരു അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് കീറിയത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇത് ഒരുപാട് മൂത്തൊന്നും പോകണ്ട. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഞാൻ 4 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള എത്രത്തോളം കൂടുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഏതൊരു നോൺ വെജിൻ്റെ ഗ്രേവിക്കും. അപ്പോൾ സവാള നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചുകൂടി കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഈ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമുക്കൊന്ന് അടപ്പൊക്കെ തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം വഴറ്റുന്നത് കൊണ്ട് തന്നെ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പൊടികൾ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചധികം സമയം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയുടെ പച്ചമണമൊന്നും ചിലപ്പോൾ മുഴുവനായിട്ട് പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് ഒരുപാട് എരിവ് കൂടുകയും ചെയ്യില്ല, പക്ഷെ നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും. അതൊന്ന് മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറികൾ താല്പര്യമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ഈ കുരുമുളക് പൊടിയുടെ കൂടെ പച്ചമുളകും അതുപോലെ മുളക് പൊടിയും എല്ലാം ചേർന്നാൽ മാത്രമാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ കുരുമുളക് കൂടി അത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 തക്കാളി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു ചെറിയ തക്കാളി അല്ലെങ്കിൽ മീഡിയം സൈസിൽ തക്കാളിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവാള വഴറ്റുമ്പോൾ മാത്രമാണ് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ മസാലയൊക്കെ തിളച്ച് വെള്ളമൊക്കെ വറ്റി നല്ലൊരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവും പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എളുപ്പത്തിൽ പണി തീരാൻ വേണ്ടിയിട്ടാണ് പശുവും പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിക്ക് കുറച്ച് എരിവ് കൂടിയും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ പശുവും പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റായിട്ടൊന്ന് ബാലൻസായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 12 കാടമുട്ട പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ കാടമുട്ടയിൽ നന്നായിട്ടൊന്ന് പെരണ്ട് കിട്ടുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, റൊട്ടി, നാൻ അല്ലെങ്കിൽ പ്ലെയിൻ റൈസ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇതുവരെ കാടമുട്ട റോസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഈ കാടമുട്ട കൊണ്ട് നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റോളിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐകാർഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി